ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ സ്തംഭിച്ച് കിടക്കയായി കാറിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ സമയം രാവിലെ 7 മണി. എല്ലാ ദിവസവും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ 10 മണിയാകാതെ ഞാൻ ഉണരാറില്ല. കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. പിന്നെ ഞാൻ എന്തിനു ഉണരണം? കാരണം ഞാൻ 12 വർഷമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2014 കോയമ്പത്തൂർ ഹോസ്റ്റലിൽ ചേർന്നപ്പോൾ മുതൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേയില്ല. ഇപ്പൊ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കാരണം കഴിക്കാതിരുന്നതിന്റെ പണിയും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കം ബാക്ക് ടു ദ പോയിന്റ്. ക്യാപ്ഷനിൽ കണ്ട പോലെ ഞാൻ ഈ രാവിലെ ക്ലബിലകതയായി പോകുന്നത് ബ്രൂട്ടീഷൻ ചെയ്യാനാണ്. ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ബ്രൂട്ടീഷൻ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ ബ്രൂട്ടീഷൻ ചെയ്യാനും. അപ്പം എൻ്റെ കൂട്ടുകാരി ആതിരയുടെ വിവാഹ മംഗളമായ ദിവസമാണെന്ന്. അപ്പം ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെയാണ് പോകുന്നത്. കാരണം കൊച്ചിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ സാരിയും അവിടെ ഉള്ളവരുടെ സാരിയും എല്ലാം വലിച്ചു പറിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ അപ്പനെ കുത്തിപ്പൊക്കി ജിജോയ്ക്ക് നോഫും കൊടുത്തു. കവലയിൽ നിന്ന് മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ ഇത്ര ഷോ കാണിക്കുന്നത് എന്തിനാണെന്ന് അത് വിചാരിക്കും. കാരണം എൻ്റെ അപ്പനെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനമാണ് മുല്ലപ്പൂ. ഈ ലീവിന് വന്നപ്പോൾ എൻ്റെ അപ്പൻ്റെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കണ്ടു. സാധാരണ മുല്ലപ്പൂ വണ്ടിയെ കയറ്റി എന്നെ ഉൾപ്പെടെ വണ്ടിയെ നടത്തുന്ന അപ്പൻ ഇപ്രാവശ്യം ഒന്നും പറയാതെ പുതുപ്പള്ളിയിൽ ആ കടയിൽ നിന്ന് മേടിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അപ്പനോടിരുന്ന മുല്ലപ്പൂവിൻ്റെ ഗുണഫലങ്ങളെ പറ്റി പറയുമ്പോൾ അപ്പം പറയുന്ന കുറച്ച് കഴിയുമ്പോൾ നാളുമ്പോൾ നീ ഇത് തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതും. അങ്ങനെ ഞാൻ ബ്രൂട്ടീഷൻ ചെയ്യാൻ അവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ അപ്പനോട് 8 മണിക്ക് അവിടെ എത്തിയില്ലെങ്കിൽ അവർ ചെയ്യില്ലെന്നും പറഞ്ഞ് പറപ്പിച്ചു വിട്ടു വന്നു. ശരിക്കും എനിക്ക് എട്ടകാലാണ്. സ്കൂളിൽ പോലും ഞാൻ കൃത്യസമയത്ത് പോയില്ലെങ്കിലും ഞാൻ ഇവിടെ വന്നു. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ എഴുതും, എന്നെ അവിടെ ചത്ത. അങ്ങനെ അങ്ങോട്ട് നിൽക്കണം. പിന്നെ എന്നെ വിട്ടുപോയി ഇങ്ങോട്ട് ഞാൻ വരുന്നത് വെപ്പുമുടിയും മാലയും കമ്മലും സാരിയും എല്ലാം ഉടുത്താണ്. എൻ്റെ അപ്പൻ എന്നെ കണ്ടപ്പോൾ തൊട്ടൊരു കാര്യമായി പറയാനുള്ളായിരുന്നു. നീ ഇങ്ങനൊക്കെ ഒരുങ്ങുമ്പോഴാ എൻ്റെ പൊന്നുകുലാവേ നീ വളർന്നൊന്നും നിന്നെ കെട്ടിച്ചെന്നൊക്കെ അപ്പനൊരു തോന്നലേ വരുന്നത്. അല്ലെങ്കിൽ എപ്പോഴും അപ്പനെ നീ സ്കൂളിൽ പഠിക്കുന്ന കൊച്ച എന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ അപ്പൻ ഈ ചിരിയുന്നത് എന്നാണെന്നറിയാവോ? ഒരു കല്യാണപ്പൻ ഒരു കൂടി ഇത്രയും എന്നൊക്കെ ചോദിച്ചാണ് കളിയാക്കുന്നത്. ഞാൻ പിന്നെ എല്ലാത്തിനും അങ്ങ് സമ്മതിച്ചങ്ങ് കൊടുക്കും. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എന്നെ വണ്ടിയെ നടക്കി വിടരുത്. എനിക്ക് ഓട്ടോയ്ക്ക് പോകാൻ മനീസുമില്ല, വണ്ടി ഓടിക്കാൻ അറിയത്തുമില്ല. അപ്പം എൻ്റെ അപ്പൻ വീണ്ടും എന്നെ കൊളുത്തി വിടുകയാണ്. എന്താന്ന് വെച്ചാൽ സമയം പോയല്ലോ. അപ്പം എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് എത്തിപ്പെടണം. ഞാൻ ചിരിക്കുമ്പോൾ മുഖം ശരിയാവണമെങ്കിൽ നമ്മൾ മുഖത്ത് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണം. അതൊക്കെ ഞാൻ വണ്ടിയിൽ ഇരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തു. എനിക്ക് ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കളത്തരത്തിൻ്റെ ചിരിയാണ്. എൻ്റെ ഒറിജിനൽ ചിരി വരാതിരിക്കാൻ ഞാൻ വളരെ കോൺഷ്യസ് ആണ്. അതുകൊണ്ട് എപ്പോഴും കള്ളത്തരമാണ് ഞാൻ കാണിക്കുന്നത്. യെസ്, ഐ ആം എ കള്ളത്തി, ഐ ആം എ ചതിച്ചേ. പിന്നെ ഞാൻ പല ആംഗിളിലും ക്യാമറ വെച്ച് ഇങ്ങനെ എടുത്തതാണ് പിന്നീട് നോക്കി ആസ്വദിക്കാനേ. അങ്ങനെ ഞാൻ വിട്ടിട്ട് പോകുന്ന ശരിയും പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് സ്റ്റുഡിയോ ഇരുന്നപ്പോൾ തന്നെ അവളുടെ കല്യാണം കഴിഞ്ഞു. അമ്പലത്തിൽ വെച്ച് താലികെട്ട് കഴിഞ്ഞു. ഞാൻ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജിജോ വിളിച്ചു, കൊച്ചിവിടെ പാവാട ഇടുന്നില്ല, കൊച്ചി ബ്ലൗസിൻ്റെ കുക്കിടാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. സാരി ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുമായി എനിക്കൊരു ബന്ധവും ഇല്ല എന്ന തലേ ദിവസമേ വാക്ക് പറഞ്ഞ് ഉറച്ചാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. എങ്ങാനും വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ചിനെ അവനെടുത്തെൻ്റെ കൈ തരുമോ, എൻ്റെ സാരി ഊരി പോകുമോ എന്ന് 100 കണക്കിന് ചിന്തകളാണ് ഇങ്ങനെ ചുമ്മാതിരിക്കുന്നെങ്കിലും എൻ്റെ തലയിൽ കൂടി കടന്നു പോകുന്നത്. ഇടയ്ക്ക് ഞാൻ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ എന്നുള്ള മാതിരി. പിന്നെ വീട്ടിൽ വന്ന് എല്ലാത്തിനെയും വാരിപ്പെറുക്കി ഓഡിറ്റോറിയത്തിൻ്റെ ഇവിടെ വന്നപ്പോൾ അവളുടെ ശരിക്കുള്ള സ്വഭാവം കാണിച്ചു. 10:30 ഓഡിറ്റോറിയത്തിൽ വരുന്നെന്ന് പറഞ്ഞവൾ 11 മണിക്ക് കൃത്യം ഞാൻ വന്നിട്ടും അവിടെ എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ബുദ്ധിപരമായി എൻ്റെ മേക്കപ്പ് ഒലിച്ചു പോകാതിരിക്കാൻ ആ നട്ടുച്ച വെയിലത്ത് ഇറങ്ങാതെ കാറിൻ്റെ അകത്ത് തന്നെ ഇരുന്നു. അങ്ങനെ ഞാൻ കണ്ണും നട്ട് കാത്തിരിക്കുമ്പോൾ ആൾക്കാരൊക്കെ അവിടെ കൂടുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി നാണം വന്ന് കേട്ടോ മേക്കപ്പ് കേട്ടോണ്ട് അങ്ങോട്ട് ചെല്ലാൻ. കാരണം ആരാണെങ്ങാനും ചോദിച്ചാൽ ചമ്മി നാറുന്നാനും കെട്ടി പോകും. അവളുടെ അമ്മയ്ക്കും ചേട്ടനും ഒക്കെ എന്നെ അറിയാമെന്ന് പറഞ്ഞാലും ബന്ധുക്കളും എല്ലാം പെണ്ണിൻ്റെ കൂട്ടുകാരാണോ ചെറുക്കൻ്റെ കൂട്ടുകാരാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു അവൾ വരുന്നതിന് മുന്നേ ഞാൻ ചോദിക്കുന്നെങ്കിൽ ആദ്യം അമ്മയുടെ ചേച്ചിയുടെ അനിയത്തിൻ്റെ മോളാന്ന് വല്ലതും പറയണമെന്ന്. കാരണം ഇത്രയും മേക്കപ്പ് കേട്ട് ചെന്നാൽ നാണക്കേടാണോ എന്നിട്ട് തോന്നുന്നത്. പക്ഷെ എനിക്കെല്ലാം മുടി കെട്ടണം. ഞാൻ എൻ്റെ പപ്പും കൂടെ വെച്ച് സാരി കൊടുത്തോണ്ട് എങ്ങനെ പോകും? അപ്പം ഞാനിങ്ങനെ കാതോർത്തിരുന്നു. എൻ്റെ പൊന്നെ വോയിസ് ഓർ കൊടുക്കുമ്പോൾ ഞാൻ നടുവെട്ടി കിടക്കുകയാണ്. അതാണ് പല ആവശ്യങ്ങൾ വരുന്നത്. ഓക്കെ, കഴിഞ്ഞ ഈ കാലത്തെ പറ്റി പറയാം.
അപ്പൊ ഞാനിങ്ങനെ മുല്ലപ്പ് ഒക്കെ വെച്ച് കാത്തിരിക്കാണ്. തലക്കന ഇച്ചിരി കൂടുതലായിരുന്നു. അങ്ങനെ അവർ വന്ന് കൊട്ടും കുരവിയുമായി അവൾ കയറിപ്പോകുമ്പോൾ ഞാൻ അവളെ നോക്കി കണ്ണ് നനച്ച് നിൽക്കുകയായിരുന്നു. അപ്പൊ അവളുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ബാ മോളെ വരൂ. അപ്പോൾ ഞാനൊരു കുട്ടിയാനെ ഓടിച്ചിടുന്ന പോലെ ചെന്നു. അവിടെ പാലുകാച്ചൽ ഇവിടെ കല്യാണം, അവിടെ പാലുകാച്ചൽ ഇവിടെ കല്യാണം എന്ന് പറയുന്ന ഒരു ജിജോ എന്റെ കൊച്ചുമായിട്ട് ഉരുട്ടിപ്പിടിച്ച് വെളിയിൽ നിൽക്കുകയായിരുന്നു. ഞാനപ്പോ സ്റ്റേജിൽ കയറുതെ ആ മൂല നിൽക്കുന്നുണ്ടോ മെയിൻ കളിച്ചവിടെ നിൽക്കുകയായിരുന്നു. നല്ല കല്യാണമായിരുന്നു. കഥകളി മോഹിനിയാട്ടം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കല്യാണം കൂടിയിട്ട് നേരെ ഫോട്ടോഷൂട്ടിന് പോയി. കാരണം എന്തായാലും ഇത്രയും രൂപ മുടക്കി നമ്മൾ സാരിയും മേടിച്ചു, മേക്കപ്പ് കിട്ടു, അത് മുതലാക്കട്ടെ. അപ്പോൾ ബിഹൈൻഡ് ദ സീൻസ് പോലെ എനിക്ക് എൻ്റെ കൊച്ച്, അതായത് നിജോയുടെ അനിയൻ, എൻ്റെ അനിയൻ ചെറുക്കനാണ് എടുത്തിരുന്നത്. അവനോട് ഞാൻ പറഞ്ഞു, താളഗോണ കമ്മൻ്റെ ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ മാറിപ്പോത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവര് എന്തോ കാണിക്കട്ടെ എന്നുള്ള രീതി നോക്കി. ഉച്ച നട്ടുച്ചയായപ്പോൾ കുടലും കരിഞ്ഞു, തലയ്ക്കും വെയിലടിച്ച് വട്ടുമൂത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടിയെ പേരിക്കാൻ പോകുന്ന ഒരു ഷോ ഇറക്കിപ്പോയി. പക്ഷെ ലോക്കായിരുന്നു. അങ്ങനെ ആരെങ്കിലും കണ്ടോന്ന് നോക്കി നിന്നപ്പം ഓടി വന്ന് ജിജോ വണ്ടി വന്നു. കയറിയ പാടെ ഞാൻ എൻ്റെ മാലയും കമ്മലിന്റെ മുഖം ചൂരി ഒരു ഭ്രാന്തിയെപ്പോലെ ഊരിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മാലയും കമ്മലൊന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാണാൻ അഴകില്ലെല്ലാം നല്ല മൊഞ്ചുള്ള ബ്രാൻഡല്ലേ, അങ്ങനെ ഒരു പാട്ടില്ലേ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ആയിരിക്കണം. അപ്പം എൻ്റെ കൊച്ച് അവിടെ പാവാടയും ബ്ലൗസും ഊരിയതിൻ്റെ റിലീഫിൽ ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞാനും ജിജോയും ആണെങ്കിൽ വൈകുന്നേരം ഒന്നും കൂടെ ഷൂട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഞാനപ്പോൾ എൻ്റെ പൊന്ന് ജിജോ, എനിക്ക് എവിടെയും ഒന്ന് കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഇന്നും കൂടെ എൻ്റെ മടിയിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതിൽ വ്യഗ്രതയിൽ അവൾ ഓടി വന്ന് എൻ്റെ മടിയിൽ കയറി. ഇനി സാരി പോയാൽ എനിക്കൊന്നുമില്ല എന്നുള്ള മാതിരി ഞാൻ അവളെ കയറ്റി മടിയിൽ വരുത്തി. എൻ്റെ മനസ്സ് മുഴുവൻ ഇനി എവിടുന്ന് കഴിക്കും എന്ന് മാത്രമായിരുന്നു ചിന്ത. എൻ്റെ പൊന്നു ദൈവമേ, എനിക്ക് സാരി ഉടുത്തോണ്ട് കഴിക്കാൻ പറ്റത്തില്ല. എനിക്കിത് എവിടെങ്കിലും കൊണ്ടൊന്ന് ഊരിയിട്ടാലേ നടക്കത്തുള്ളായിരുന്നു. നമ്മൾ നേരെ വീട്ടിൽ ചെല്ലുന്നു, കുളിക്കുന്നു. ഞാൻ നേരെ ഡ്രസ്സ് മാറി ഇറങ്ങുന്നു. നേരെ പോയി ഒരു ഫുൾ ചിക്കൻ ബിരിയാണി കഴിക്കുന്നു. എന്നിട്ട് ബാക്കി എന്നാന്ന് വെച്ചാൽ ചെയ്യുന്നു. ഇല്ല, കിടന്നു കഴിഞ്ഞാൽ എനിക്ക് കഞ്ഞിയും കറിയും വെക്കാനുണ്ട്. ബാക്കി എന്നാന്ന് വെച്ചാൽ എനിക്ക് ഒരു ഫുൾ ചിക്കൻ ബിരിയാണി വേണം. ഫുൾ ചിക്കൻ ബിരിയാണി. ഒരു ചിക്കൻ ബിരിയാണി തന്നെയല്ലേ എപ്പോഴും കഴിക്കും. അതെ, പിന്നെ ആ ഒരു വിശപ്പിന്റെ തീവ്രത അറിയിക്കാൻ വേണ്ടിയാണ്. അത് തന്നെ ഇവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ എവിടുന്ന് കഴിക്കണം എന്നുള്ള തീരുമാനമൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിൽ വന്ന് റൂമിൽ കയറി നോക്കപ്പോൾ ഹയ്യുടെ ഹമ്മ എന്തൊരു ഭംഗി. എനിക്കാണെങ്കിൽ രാവിലത്തെക്കാളും എനിക്കെന്നെ ഇപ്പം കാണാനാണ് ഇഷ്ടപ്പെട്ടത്. മാലയും കമ്മലും എല്ലാം ഊരി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അളകാന്ത കൂന്തൽ, എൻ്റെ സ്വന്തം കൂന്തൽ പോലെ ഞാൻ ഇളക്കി കുമർച്ചു. കാരണം ഇത്രയും നേരം പെടലിക്ക് കോളറിട്ട പോലെ ഞാൻ നടക്കുകയായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറി. ഇത് കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഫസ്റ്റ് ഇയറിൽ കോളേജിൽ പോയി ചേർന്നപ്പം ഞങ്ങൾ മലയാളികളെല്ലാം ഷോർട്ട്സും ടീഷർട്ടും ഒക്കെ ഇട്ട് മാക്സിമം ചുരിദാർ ഒക്കെ ഇട്ട് നടന്നപ്പം ഞങ്ങളുടെ കൂടെയുള്ള തമിഴ് പിള്ളേർ രാത്രി തലേ മുല്ലപ്പൂ ഒക്കെ വെച്ച് നൈറ്റിയൊക്കെ ഇട്ട് നടക്കുന്നു. ഞാനത് കണ്ടു ഭയന്നു പോയി. കാരണം 10-18 വയസ്സ് പോലും ഇല്ലാത്ത പിള്ളേർ നൈറ്റിയിൽ പോകുന്നൊക്കെ ഓർത്ത് ഞാനതെനിക്ക് ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയല്ലോ. പിന്നെ മുട്ടി അഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇവിടെ മുടി ഓരോന്നായി അഴിക്കുമ്പം എൻ്റെ അപ്പനപ്പുറത്തുനിന്ന് പോരത്തെറിയ അരയ്ക്ക് താഴെ മുടിയുണ്ടായിരുന്ന അവള് ഞാൻ അറിയാതെ പോയി മുടി വെട്ടിയതാ. എന്നിട്ട് അവള് കിടന്ന് കൂന്നുകാർന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ മുടി ഊരിയപ്പം രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്ത് എൻ്റെ അപ്പൻ ഇരുന്നിട്ടൊരു പറച്ചിൽ പറയുക. ആ മുല്ലപ്പൂവും ആ വെപ്പുമുടിയും ഒരു കമ്പേ തോണ്ടി താഴത്തെ കുഴിയിലോട്ടെറിയാൻ. എനിക്കെന്നാന്നറിയത്തില്ല. എൻ്റെ അപ്പനാണെങ്കിൽ മുല്ലപ്പൂ നടന്ന സാധനം കാണരുത്. പിന്നെ ലെൻസൊക്കെ വലിച്ചു എനിക്ക് എൻ്റെ കണ്ണാടി വെച്ചപ്പോഴാണ് ഒരു സമാധാനമായത്. എന്നിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു. കാരണം എന്നിട്ട് എൻ്റെ പൂക്കാണ്ടി പൂക്കാണ്ടി കരിഞ്ഞുണങ്ങി. കുളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരച്ച് അമ്മയ്ക്കിപ്പോൾ കളഞ്ഞത് തൊലി ഉണ്ടോ എന്നാണ് തൊട്ട് നോക്കിയത്. ക്യൂട്ട്നെസ് അല്ല. കാരണം എനിക്ക് ഒരച്ചിട്ട് മേക്കപ്പ് പോകുന്നില്ലതേ. എന്നിട്ട് ഞാനാണെങ്കിൽ ഒരുങ്ങി ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനാണെങ്കിൽ ഒരുങ്ങി ഇങ്ങനെ ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് വീണ്ടും അപ്പനും ജിജോയും ഒക്കെ ഇരുന്ന്
എന്റെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നു. അതായത് പണ്ടങ്ങനായിരുന്നു, പണ്ടിങ്ങനായിരുന്നു, എന്തായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ പറയാം. അപ്പം ഞാൻ ഫ്രണ്ടിൽ തന്നെ പോയെങ്കിരുന്നു. എന്നിട്ട് ഞാൻ മനസ്സിലേക്ക് ഇവർക്ക് മാവില്ലേ എന്റെ ഫ്രണ്ട് ഇരുന്ന് എന്റെ കുറ്റം പറയാൻ. മിനിമം മറ്റേ സിനിമയിൽ ദിലീപ് പറഞ്ഞില്ല, ഞാൻ കേൾക്കാതെ എന്റെ കുറ്റം പറയാൻ ശ്രമിച്ചൂടെ. ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഒരുങ്ങിയിറങ്ങി. എന്റെ കണ്ണ് കണ്ട് നിങ്ങൾ ഓർക്കരുത് വലിയൊരു ഷോ കാണിക്കുന്നോ പാഷനാണെന്നോ മൈഗ്രൈനുള്ളവരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തിയപ്പം ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നോക്കിയപ്പോ അപ്പുറത്തൊരാളിരുന്ന് ചോറ് കഴിക്കുന്നു. എനിക്ക് അങ്ങനെ അപ്പുറത്തുള്ളവർ കഴിക്കുന്നു കാണുമ്പോ അത് വേണോന്ന് തോന്നാം. ജിജു എന്നെ പിച്ചി മാന്തിയൊക്കെ അവിടെ അടക്കിയിരുത്തി. ജിജോയുടെ കൂട്ടുകാരൻ, അതായത് ഞങ്ങളോട് പഠിച്ചൊരുത്തിനും ഉണ്ടായിരുന്നു. പിന്നെ ജിജു ആണ് അനിയൻ, പിന്നെ ഓർക്കപ്പിൽ. ഓക്കെ, അപ്പം ഞങ്ങള് മൂന്നോടെ അവിടെ കഴിക്കായിരുന്നു. ഇവന്മാരേതാണെന്നൊക്കെ വലിയ സംഭവങ്ങൾ പറയുന്നുണ്ടായാലും എന്റെ കണ്ണ് മുഴുവൻ അടുക്കളയിലായിരുന്നു. അങ്ങനെ എന്റെ ബിരിയാണി വന്നു. ഞാൻ എൻ്റെ കൊച്ചിനെ പറ്റി മേടിച്ചു കൊടുത്തിട്ട് ബിരിയാണി കഴിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് എൻ്റെ ബിരിയാണി ആർക്കും കൊടുക്കണ്ടായിരുന്നു. എന്നാലും ജിജോയുടെ പിടിയിലേക്കും കോഴിയിലേക്ക് എൻ്റെ കണ്ണ് പോയി. ഒരു വാ വേണമെന്ന് പോലും ചോദിക്കാതെ അവൻ കഴിച്ചു. എന്നോടങ്ങനെ ബിരിയാണി ചോദിച്ചാലോ നോർത്ത് ഞാൻ പെട്ടെന്ന് വാരി അടിച്ചു. അത് കഴിഞ്ഞ് വണ്ടിയെ കയറിയത്തോട്ട് എനിക്ക് എവിടെങ്കിലും ഒന്ന് കിടന്നാൽ മതി എൻ്റെ തമ്പുരാനേ എന്നൊരു ചിന്തയുള്ളൂ. അങ്ങനെ വണ്ടിയെ പോയപ്പോഴാണ് പറയുന്നത്, നമ്മുടെ ലീവ് കഴിഞ്ഞു പോകും, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ എന്ന്. അങ്ങനെ ഞാൻ വണ്ടിയിൽ തളർന്നു കുത്തി പോവുകയാണ്. കൊച്ചാണ് അമ്മ എന്നെ അടുത്ത്, ചക്കി എന്നെ അടുത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാവത്തിനെ രാവിലെ തൊട്ട് സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഞാൻ അവളെ നോക്കിയപ്പോൾ അവൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഞാനും തിരിച്ച് 2 സ്നേഹം അങ്ങോട്ട് കൊടുത്തു. പാവം കൊച്ചല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ വന്നിറങ്ങിയത് ലുലു കോട്ടയം. ഇപ്പം എപ്പോഴും ലുലുവിലാണ്. കാരണം എന്നാന്നറിയോ, കടയിലൊക്കെ പോയി സാധനങ്ങൾ പറഞ്ഞു മേടിക്കാൻ മതിയാ. ഇവിടെ ആണെങ്കിൽ ആരും ശല്യം ചെയ്യത്തില്ലല്ലോ, നോക്കി എടുക്കാം എന്നോർത്താണ് ഇങ്ങോട്ട് വരുന്നത്. അവനാണെ ഉറപ്പിച്ചാലാണ് വണ്ടി ഓടിച്ചെന്ന് എനിക്കറിയത്തില്ല. കാർഡും ഒന്നും എടുക്കാതെയാണ് സാധനം മേടിക്കാറുണ്ട്. ഇപ്പൊ അവര് ഹോട്ടലിൽ ഞാൻ പാത്രം കഴുകാൻ നിൽക്കേണ്ടവന്മാനെ. അപ്പനാണ് സാമ്പാർ കൂട്ടത്തിന് ഒരു ലിസ്റ്റ് മത്തങ്ങ കുത്തങ്ങ എന്നൊക്കെ പറഞ്ഞ് എഴുതി തന്നേക്കുക. ലുലു ചെന്നപ്പോൾ അതാണ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചേക്കുക. പിന്നെ ഓരോ സാധനം ChatGPT വെച്ച് ഇത് തന്നെയാണ് വാട്ട് ഈസ് ദ ഇംഗ്ലീഷ് ഓഫ് കുമ്പളങ്ങ എന്നൊക്കെ ചോദിച്ച് മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ജിജോ പറഞ്ഞു, ജിജോയ്ക്ക് ലുലു കണക്റ്റിൽ പോകണമെന്ന്. അവിടെ നിന്ന് 2 ഹെഡ്സെറ്റോ കുന്തവോ കുടസെക്കറോ ഏതാണ്ട് മേടിക്കാൻ. എനിക്കാണ് കയ്യും കീഴല്ലേ, കൈ ഉറക്കല്ലേ, കാല് ഉറക്കല്ലേ, തലയും ഉറക്കല്ലേ എന്നുള്ള ഗതിയാണ്. വായിക്കോട്ടെ വിട്ട് മുടഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു 50ാമത്തെ വായിക്കോട്ടെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ലിഫ്റ്റ് കയറി. ലിഫ്റ്റ് എന്നെയും കൂടി പറന്ന മത്താ ഇതാ പോകുന്നേ എന്നുള്ള രീതിയിൽ മേലോട്ട് പോകുമ്പോൾ എൻ്റെ കുട്ടി ചക്കി എടുക്കുക എന്നുള്ള രീതി ഇത് കണ്ടിട്ട് എനിക്ക് പുറകെ വരല്ലോ. എങ്ങനെ അയ്യോ മേളിട്ടുള്ളതായിട്ടാ പോകുന്ന. ആ മേലിൽ നിന്ന് ഇറങ്ങിയിട്ട അവിടെ ഹെഡ്സെറ്റ് കിട്ടിയില്ല. അപ്പം ജിജ പറയാ നമുക്ക് വേറെ കിടക്കാറാവുന്ന. അങ്ങനെ ഓടി വന്ന് കാറെ കയറി കഴിഞ്ഞ് പിന്നെയും വായിക്കോട്ടിട്ട് എനിക്ക് തന്നെ ഇതിപ്പോൾ 55ാമത്തെ ആയിരിക്കും. ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കിട്ടാത്തത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ പോയത് എങ്ങോട്ടായിരുന്നു? ആ ക്രോമ കയറി ക്രോമ കയറി ഹെഡ്സെറ്റൊക്കെ ജിജോ നോക്കിയത് കൊണ്ട് നിന്നപ്പോ ഞാനൊരു മൂലയിൽ പടമാകാനുള്ള പടക്കിണയിലായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒരേപോലെ കുറെ TV-കളൊക്കെ കണ്ട് ആര് മേടിക്കും, ഇതാരായിരിക്കും മേടിക്കുന്നത്, ആരുടെ വീട്ടിലായിരിക്കും വിൽക്കാൻ പോകുന്നതെന്ന്. ഇതെന്തോ ഇനി പറ്റത്തില്ല ഈ വോയിസ് ഉറങ്ങുമ്പോന്ന് എന്നെയാ ഉറക്കം വരുന്നേ. ഇതെങ്ങനെ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നത്? എന്തൊരു കഷ്ടമായത്. വയ്യ. എന്തായാലും പാഷൻ ചെയ്തേക്കാം. അപ്പം ഞാനിങ്ങനെ ക്രോമയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ക്രോമയിൽ ഇരുന്ന് ഞാൻ തന്നെ എൻ്റെ കൈ നോക്കി എൻ്റെ മൈലാഞ്ചിയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചോണ്ടിരുന്നപ്പോൾ വീണ്ടും അവൾ എന്നെ തപ്പി വരുന്നു. ഞാനപ്പം പാത്തിരുന്നാലും ഇവളെൻ്റെ വിടത്തില്ലേ എന്നൊക്കെ ഓർത്തു. പക്ഷെ എനിക്ക് പെട്ടെന്ന് തന്നെ സ്നേഹം വരും കേട്ടോ, പാവം വെച്ചല്ലേ. അങ്ങനെ ജിജോ എന്നെയും കൊച്ചിനെയും തേച്ച് വൈകിട്ടത്തെ സിനിമയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. നിപ്പി ഞാൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മേടിപ്പിച്ചിട്ടാണ് സിനിമയ്ക്ക് വിട്ടത്. അവൻ പോയ ദുഃഖം ഞാൻ 2 പൊറോട്ടയും 2 പീസ് ചിക്കനും ഒരു ഡബിൾ ഓംലെറ്റും കഴിച്ച് അങ്ങ് തീർത്തു. അങ്ങനെ കഴിഞ്ഞ് എനിക്ക് ഡോക്ടർ തന്നേക്കുന്ന ഒരു ലോഡ് ഗുളിക വാരി അണ്ണാക്കിലിട്ട് വെള്ളവും കുടിച്ച് ഞാൻ കയറി കട്ടിലേക്കുന്നു. കിടന്ന പാടെ കൊച്ചുണങ്ങി
ഞാനും ഇപ്പോൾ ഉറങ്ങും എന്നുള്ള രീതി കിടക്കുകയാണ്. എനിക്കാണ് അതിന് വോയിസുകൾ കൊടുത്തിട്ട് വരെ ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഇപ്പോഴും കിടന്നിറങ്ങാൻ പോണ എൻ്റെ ഈ വീഡിയോ ഫുള്ള് കണ്ട എല്ലാവരോടും ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. ബായ്. പോയി കിടന്നിറങ്ങിക്കാ തരുമ്പോൾ ബായ്.